നമുക്കൊന്നേ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മിക്സ്ചർ തയ്യാറാക്കിയാലോ. ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ. മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, കപ്പലണ്ടി, പൊട്ടുകടല. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന 1 കപ്പ് അരിപ്പൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മാവിലേക്ക് നോർമൽ പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെയുള്ള സേവനാഴിയിലാണ് നമ്മളിന്ന് മിക്സർ തയ്യാറാക്കുന്നത്. ഈ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് മാവ് നിറച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ബബിൾസൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സേവെല്ലാം എന്താ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോണ്ട. ഈ പരുവത്തിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഇതുപോലെയുള്ള കണ്ണപ്പയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കുന്നത്. കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ബൂന്തിയും തയ്യാറാക്കാം. ഇതൊന്നും കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, വെളുത്തുള്ളി, പൊട്ടുകടല, കപ്പലണ്ടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മിക്സറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സേവ് ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കി എടുക്കേണ്ട. ഒരു നോർമൽ രീതിയിലൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബൂന്തിയും കടലപ്പരിപ്പ്, കപ്പലണ്ടി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള മിക്സ്ചർ റെഡി.